we are going to study TCP transmission policy. So, even at TCP transmission policy is not directly tied to acknowledgements as it is in most data link protocols. So, transmission policy എന്ന് പറയുന്നത് it's not tied to the acknowledgement വന്നു കഴിഞ്ഞാൽ അപ്പം ട്രാൻസ്മിഷൻ പോളിസി എന്ന് പറയുന്നത് അക്നോളജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ലായിരിക്കും. പക്ഷേ acknowledgement doesn't allow the sender to transmit more. So the acknowledgement അല്ല അവിടെ ഇനിയും ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. TCP uses the concept of window size for managing the transmission of data. So transmission of data ne സഹായിക്കുന്നത് window size ആണ്. Window field explicitly tells the sender how much it can transmit. So the window size tells how much it can transmit. Okay, basically the window size indicates the size of the receiver buffer. So നമുക്ക് receiver bufferൻ്റെ അകത്തുള്ള size ആണ് നമ്മുടെ window size എന്ന് പറയുന്നത്. So ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ആദ്യം എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ 2K amount of ഡേറ്റ ഞാൻ സെൻഡ് ചെയ്യാണ് ആൻഡ് ദാറ്റ്സ് നോൺ ആസ് ദ സീക്വൻസ് 0 ആൻഡ് അപ്പോഴത്തേക്ക് നമ്മുടെ empty ബഫർ എന്ന് വെച്ചാൽ 4K ആണ് സൈസ്. അപ്പോൾ നമ്മൾ 2K സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് 2K ഫില്ലായി. ഇനി നോക്കുമ്പോഴത്തേക്ക് അവൻ 2K ഫില്ലായി. എന്നിട്ട് പിന്നെയും അപ്പോൾ അക്നോളജ്മെൻറ്റ് മേടിച്ചു. ഇനിയുള്ള വിൻഡോ സൈസ് എന്ന് പറഞ്ഞാൽ 2048 ആണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അക്നോളജ്മെൻറ്റ് അയച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ പിന്നെ മറിച്ച് എനിക്ക് ഇനിയും 2K ഡേറ്റാസ് റൈറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പിന്നെയും 2K അടിച്ചു. അപ്പോൾ എൻ്റെ ബഫർ ഫുള്ളായി. ഇനി എനിക്ക് ഞാൻ തിരിച്ച് അക്നോളജ്മെൻറ്റ് അയക്കുന്നു. എൻ്റെ വിൻഡോ സൈസ് 0 ആണ്. ഇനി നിങ്ങൾക്കൊന്നും ഇനി ഇടാൻ പറ്റത്തില്ല എന്ന് ഐ വിൽ സെൻഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എൻ്റെ അത് ഫുള്ളാന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറയും ഓക്കെ there is an application over here, there's an application, so it takes and reads 2K bytes. അതായത് അപ്പം ആ ഫുള്ളിൽ നിന്ന് 2K അവരെടുക്കും. അപ്പോഴത്തേക്ക് ഇനി ബാക്കി 2K ആണ് ഉള്ളത്. അപ്പം 2K സ്പേസ് ഫ്രീ ആയി. സോ ഐ ആം ഗോണ സെൻഡ് ബാക്ക് an acknowledgement to the sender that the 2K bytes are free. So window size 2048 ആണ് എനിക്കിനി ബാക്കിയുള്ളത്. സോ an acknowledgement. അപ്പോൾ സെൻഡറിന് up to 2K bytes പിന്നെയും സെൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം സെൻഡർ സെൻഡ് ചെയ്യുന്നത് 1K മാത്രമാണ്. അപ്പം ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇവിടെ 1K ആയിരിക്കും ആദ്യം എടുക്കുന്നത്, പിന്നെ 2K. പക്ഷേ സത്യം പറഞ്ഞാൽ 2K ആണ് ആദ്യം എടുക്കേണ്ടത്, എന്നിട്ടേ 1K എടുക്കാവുള്ളൂ. പക്ഷേ ഇവിടെ 1K ആണ് ആദ്യം എടുക്കുന്നത്. സോ ദാറ്റ്സ് ദ പ്രോബ്ലം. നെക്സ്റ്റ് നോക്കാം, ട്രാൻസ്മിഷൻ പോളിസി. In the above example, the receiver has 4096 byte buffer. I told you there was 4K byte buffer. If the sender transmits 2048 segment that is correctly received, the receiver will acknowledge a segment. Okay, തിരിച്ച് acknowledge അടിക്കും. 2048 byte segment എനിക്ക് correctly received ആയിട്ടുണ്ട്. Now the receiver will advertise a window of 2048 as it has only 2048 of buffer space. If എത്ര buffer space ഉണ്ടോ അത്രയും buffer size ആയിട്ടായിരിക്കും അവർക്ക് അക്നോളജ്മെൻറ്റ് അവർ തിരിച്ചയക്കുന്നത്. Now the sender transmits about 2048 bytes which were acknowledged but the advertised window is 0. എന്നിട്ട് തിരിച്ച് 2048 ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി ഇനി 2048 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 0 ഉള്ളൂ നമ്മൾ സൈസ്. The sender must stop until the application process on the receiver host has removed some data. അതായത് റിസീവറിനകത്തുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി ബാക്കിയുള്ള ഡേറ്റ എടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി സെൻഡറിന് റിസീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സിലി വിൻഡോ സിൻഡ്രോം ആണ് നോക്കുന്നത്. സിലി വിൻഡോ സിൻഡ്രോം ഇസ് എ പ്രോബ്ലം ദാറ്റ് അറൈസസ് ഡ്യൂ ടു ദ പൂർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് TCPയുടെ പൂർ ഇംപ്ലിമെൻറ്റേഷൻ വഴി ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് സിലി വിൻഡോ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, it degrades the TCP performance and makes the data transmission extremely inefficient. So ഈ ഒരു കാരണത്താൽ ഡേറ്റ ട്രാൻസ്മിഷൻ എക്സ്ട്രീംലി ഇൻഎഫിഷ്യൻ്റ് ആകുന്നു ആൻഡ് TCPയുടെ പെർഫോമൻസ് വരെ ഡിക്രീസ് ചെയ്യുന്നു. The problem is also so called because it causes sender window size to shrink to silly value. അതായത്
ഈ കാരണത്താൽ ഇറ്റ് കോസസ് ദ സെൻറ്റർ വിൻഡോ സൈസ് സെൻറ്ററിൻ്റെ വിൻഡോ സൈസ് shrink ചെയ്തൊരു ഏറ്റവും സിലി വാല്യൂ ആക്കും. ദ വിൻഡോ സൈസ് shrink to such an extent where the data being transmitted is smaller than the TCP header. So window size shrink ചെയ്ത് to such an extent that where the data being transmitted is smaller than the TCP header. വിൻഡോ സൈസ് കുറയും തോറും അപ്പോൾ അവർ അയക്കുന്ന ഡേറ്റ TCP ഹെഡറിൻ്റെ സൈസിനെക്കാട്ടും കുറവായിരിക്കും. The causes of the silly window syndrome. The syndrome may arise because of the following problems. എന്തൊക്കെയാണ്? സെൻറ്റർ വിൻഡോ ട്രാൻസ്മിറ്റ് 1 byte of data repeatedly. അതായത് സെൻറ്റർ വിൻഡോ ഓരോ ബൈറ്റായിട്ടാണ് നമ്മളിപ്പം അയക്കുന്നതെങ്കിൽ, ഇപ്പം ഇതാണ് നമ്മുടെ സെൻറ്ററിൻ്റെ ആ ഒരു ഇതെന്ന് ഇരിക്കട്ടെ. അപ്പം ഞാൻ ഓരോ ബൈറ്റായിട്ട് അയക്കുന്നതെങ്കിൽ and receiver window accepts 1 byte of data repeatedly. അതായത് റിസീവറും സെൻറ്റർ ഒരു ബൈറ്റ് ഇങ്ങനെ കൊടുക്കുന്നു, അപ്പം റിസീവർ ഓരോ ബൈറ്റായിട്ട് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സാധാരണ നമുക്കൊരു 20 ട്രാൻസ്മിഷൻസിൻ്റെ അകത്ത് അവിടെ കഴിയണമെങ്കിൽ ഇവിടെ 90 ട്രാൻസ്മിഷൻ എടുക്കും. ഇപ്പം നമ്മളിപ്പം 10 ഇത് 5 ആക്കി 2 പ്രാവശ്യം അയച്ചാൽ മതി അല്ലേ? പക്ഷേ അതിപ്പം ഓരോ സമയം ഇപ്പം ഇങ്ങനെ അയക്കുന്നു, അപ്പോൾ എടുക്കുന്നു, പിന്നെ അയക്കുന്നു എടുക്കുന്നു അങ്ങനെ ഓരോ ബൈറ്റായിട്ട് ചെയ്യുമ്പം ദ സിലി വിൻഡോ സിൻഡ്രോം അക്കേഴ്സ്. ഓക്കെ, സെൻറ്റർ വിൻഡോ ട്രാൻസ്മിറ്റ് 1 byte of data repeatedly. If an application which will generate, അപ്പോൾ നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ വെച്ചാൽ റിസീവർ സൈഡിലുള്ളതാണ്. സോ ഇഫ് an application which will generate only 1 byte of data, സോ അത് ഇവിടെ സെൻറ്ററിന് നോക്കാം. അതായത് ആപ്ലിക്കേഷൻ ആണെങ്കിൽ, അതായത് ഇവിടെ ഈ ആപ്ലിക്കേഷനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, സോ സെൻറ്റർ സൈഡിൽ സോ ആപ്ലിക്കേഷൻ നമ്മൾ ഓരോരോ ബൈറ്റായിട്ട് ജനറേറ്റ് ചെയ്യുമ്പം ദ TCP വിൽ ട്രാൻസ്മിറ്റ് ദിസ് സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് ഡേറ്റ, അതായത് ഒരു ബൈറ്റ് മാത്രം എടുത്തിട്ട് സെഗ്മെൻറ്റ് ഓഫ് ഡേറ്റ മാത്രം എടുത്ത് ട്രാൻസ്മിറ്റ് ചെയ്യും. All time the application generates a single byte of data and the window transmits it. This is because the transmission process becomes slow and inefficient. Here the center window transmits 1 byte of data repeatedly. ഓരോ ബൈറ്റായിട്ട് റിപ്പീറ്റഡ്ലി സെൻഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ട്രാൻസ്മിഷൻ പ്രോസസ് ബിക്കം സ്ലോ. Suppose a receiver is not able to process all the incoming data. അപ്പം എല്ലാ ഇൻകമിങ് ഡേറ്റയും പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പം in such a case the receiver advertises a small window size. റിസീവർ ഒരു സ്മോൾ വിൻഡോ സൈസ് അഡ്വർട്ടൈസ് ചെയ്യും. അതായത് റിസീവറും ഇതുപോലെ ദ പ്രോസസ് റിപ്പീറ്റ്സ് ആൻഡ് ദ വിൻഡോ സൈസ് ബിക്കംസ് ടു സ്മോൾ. ദസ് റിസീവർ റിപ്പീറ്റഡ്ലി അഡ്വർട്ടൈസ് വിൻഡോ സൈസ് ഓഫ് 1 byte. ഓരോ ബൈറ്റായിട്ട് എടുക്കും. അപ്പോൾ റിസീവർ പ്രോസസ്സും സ്ലോയും ഇന്നെഫിഷ്യൻറ്റും ആകും. അപ്പോൾ ഓരോ ബൈറ്റായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും അവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത് ഫൈനലി ഇത് ഇന്നെഫിഷ്യൻ്റ് ആകും. അതായത് ഇവിടെ നോക്കാം, റിസീവർ വിൻഡോ അക്സെപ്റ്റിംഗ് 1 byte ഓഫ് ഡേറ്റ റിപ്പീറ്റഡ്ലി. അതായത് റിസീവറിൻ്റെ ബഫർ ഫുള്ളാണ് ഇരിക്കട്ടെ, എന്നിട്ട് ആപ്ലിക്കേഷന് ഒരു ബൈറ്റ് റീഡ് ചെയ്തു നമ്മുടെ റിസീവർ ബൈറ്റിൽ നിന്ന് ഒരു ബൈറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ റീഡ് ചെയ്തെടുത്തതിന് ഒരു ബൈറ്റ് ഫ്രീ ആയിട്ട് കിടക്കും. അപ്പം നമ്മുടെ വിൻഡോ അപ്ഡേറ്റ് സെഗ്മെൻറ്റ് സെൻറ്റ് അപ്പോൾ പറയും, പിന്നെ ഞാൻ അക്നോളജ്മെൻറ്റ് പോലെ ഞാൻ സെൻറ്ററിന് കൊടുക്കും, എൻ്റെ ഒരു ഡേറ്റ എൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എനിക്ക് ഒരു ഡേറ്റ എനിക്ക് തരാം. അപ്പോഴത്തേക്ക് ന്യൂ ബൈറ്റ് അറൈവ് ചെയ്യും അല്ലേ? അപ്പോൾ ആ സമയത്ത് ദ റിസീവർ ബഫർ again became full, right? സോ അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് പിന്നെ അതേ സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ ഓരോ ബൈറ്റായിട്ട് ഇങ്ങനെ റിസീവ് ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തായാലും അത് ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാകും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Silly window syndrome. Receiving window accepting 1 byte of data repeatedly. Initial TCP buffer when on the receiving side is full and sender knows this has been is equal to 0 and the interactive application reads 1 character from the TCP stream. Okay, now the receiving TCP sends a window byte to the sender saying that it's all right to send 1 byte. കാരണം ഇവരുടെ നിന്ന് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞു, ഇനി സെൻഡർ എനിക്ക് ഇനി അയച്ചു തന്നുള്ളൂ, എനിക്ക് ഒരു സ്പേസ് ഫ്രീ ആണ്, ആൻഡ് ഐ ഹാവ് ഓൺലി 1 byte ആസ് വെൽ, സോ ദ സെൻഡർ വിൽ സെൻഡ് 1 byte only.
So the buffer is now filled again and the behavior go on forever. അപ്പം എത്ര ഓപ്പറേഷൻസ് വേണം അല്ലേ? A silly window syndrome solutions can be get by Nagley's algorithm and Clark's solution. Nagley's algorithm tries to solve the problem caused by the sender delivering one data byte at a time, and the Clark solution tries to solve the problem which is caused by the receiver sucking up on one data at a time. Okay, but now we Nagley's algorithm നോക്കാം. Nagley's algorithm suggests sender should send only the first byte ഒരു ബൈറ്റ് സെൻഡ് ആവുള്ളൂ ഓൺ റിസീവിങ് 1 byte ഡേറ്റ ഫ്രം ദ ആപ്ലിക്കേഷൻ. അതായത് സെൻഡർ ഷുഡ് ഓൺലി സെൻഡ് ഫസ്റ്റ് ബൈറ്റ് ഓൺ റിസീവിങ് 1 byte ഫ്രം ദ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ബൈറ്റ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ സെൻഡറിനൊരു ബൈറ്റ് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൻഡർ ഷുഡ് ബഫർ all the rest bytes until the outstanding byte gets acknowledged. ഇത് അടുത്ത വീഡിയോയിൽ പറയാം.